തൈറോയ്ഡ് രോഗമുള്ളവരിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അമിതമായിട്ടുള്ള ദേഷ്യം, വിഷമം അല്ലെങ്കിൽ സ്ട്രെസ് നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് വീട്ടിലുള്ളവരോട് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ തന്നെ ആവശ്യമില്ലാണ്ടിരുന്ന് കരയുന്ന ഒരു പ്രശ്നം, നമുക്ക് ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, അമിതമായിട്ടുള്ള ക്ഷീണം, ബ്രെയിൻ ഫോഗ്, നമുക്ക് ഒരു ഓർമ്മക്കുറവ് അല്ലെങ്കിൽ നമുക്ക് വല്ലാട്ട് മടി, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. രാവിലെ എഴുന്നേക്കുന്നു, എങ്ങനെയൊക്കെയോ നമ്മൾ ആ ദിവസം തള്ളി നീക്കുന്നു, നമ്മൾ കിടക്കുന്നു, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നൽ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് തൈറോയ്ഡ് രോഗികൾക്ക് എപ്പോഴും എനർജി പ്രൊഡക്ഷൻ ലോ ആയിരിക്കും. അവർക്ക് എന്താ പറ്റുക, നമ്മളുടെ കോശങ്ങളിലെ ഊർജമാക്കി മാറ്റുന്ന പ്രോസസ് വളരെ കുറവായിരിക്കും. ലോ ATP പ്രൊഡക്ഷൻ നമ്മൾ പറയാറുണ്ട്. ഇത് കാരണമാണ് ഈ ബ്രെയിൻ ഫോഗ്, ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സ്ട്രെസ് ഹോർമോണിന്റെ വേരിയേഷൻ കാരണം ഇത്രയും സ്ട്രെസ് കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അതുപോലെ തന്നെ മെറ്റബോളിസം വളരെ സ്ലോ ആയിരിക്കും. അതായത് എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എനർജി ആക്കി മാറ്റുന്ന, ഊർജ്ജമാക്കി മാറ്റുന്ന പ്രോസസ്സാണ് മെറ്റബോളിസം. മെറ്റബോളിസം വളരെ സ്ലോ ഡൗൺ ആവുന്ന കാരണം അവർക്ക് എന്താ, അമിതമായിട്ടുള്ള ക്ഷീണം അത് കാരണം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക്